നമ്മൾ വാർഡ്രോബിന്റെ മെഷർമെന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വാർഡ്രോബിന്റെ ഒരു ഷട്ടറിന് സിം ടൈപ്പ് ഡോർ ആണെന്നുണ്ടെങ്കിൽ ഷട്ടറിന്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 40 to 48 സെന്റിമീറ്റർ, 40 മുതൽ 48 സെന്റിമീറ്റർ ആയിരിക്കും ഈ വിഡ്ത്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഏത് മെഷർമെന്റ് ആയിരുന്നാലും കുഴപ്പമില്ല, അതായിരിക്കും നമ്മുടെ ഒരു ഷട്ടറിന്റെ വിഡ്ത്തിന്റെ മാക്സിമം മിനിമം സൈസ്. ഓക്കെ, ഡെപ്ത് വരുന്നത്, അതായത് ഈ പോർഷൻ വോളിൽ നിന്ന് ഇത്രയും പ്രൊജക്ട് ചെയ്ത് നിൽക്കാമെന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ 50 സെന്റിമീറ്റർ ആണ് നമ്മൾ ഡെപ്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത്. ടോട്ടൽ 50 സെന്റിമീറ്റർ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കും. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് വാർഡ്രോബിന്റെ സ്കേർട്ടിങ് അപ്പോൾ നമ്മൾ 11 സെന്റിമീറ്റർ ആയിരിക്കും കൊടുക്കുന്നത്. 11 സെന്റിമീറ്റർ ആയിരിക്കും സ്കേർട്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത്. 10 കൊടുക്കാറുണ്ട്, പക്ഷെ 10 കൊടുക്കണ്ട, 11 തന്നെ മസ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. 11 സെന്റിമീറ്റർ ആണ് നമ്മുടെ സ്കേർട്ടിങ്ങിന്റെ ഇത്. നമ്മൾ അതിൻ്റെ ഫുട്ട് ലൈൻ എന്ന് പറയും, ചിലപ്പോൾ സ്കേർട്ടിംഗ് എന്ന് പറയാറുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ നമ്മൾ ഫില്ലർ കൊടുക്കാറുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന്റെ വാർഡ്രോബ് വെക്കാൻ നേരത്തെ ഇതിന്റെ സൈഡിൽ ഒരു ഫില്ലർ കൊടുക്കും നമ്മൾ. ഈ ഫില്ലർ അതിന്റെ മെഷർമെന്റ് എന്ന് വെച്ചാൽ 5 സെന്റിമീറ്റർ എപ്പോഴും കൊടുത്തിരിക്കണം. മേളിലായിരുന്നാൽ ഇതുപോലെയുള്ള ലോഫ്റ്റ് ഉണ്ടെങ്കിൽ സീലിംഗിൽ മുട്ടി ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും 5 സെന്റിമീറ്റർ ഫില്ലർ കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിത്തി എപ്പോഴും വളവുകൾ ഉണ്ടാവും, സിവിൽ വർക്കിൽ എപ്പോഴും വളവുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് വാർഡ്രോബ് കൊണ്ടുപോയി വെക്കാൻ നേരത്ത് പലയിടത്തും ഗ്യാപ്പ് കാണിക്കും. അപ്പൊ നമുക്ക് അത് മറികടക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഫില്ലർ കൊടുക്കണം. ഫില്ലർ കൊടുത്താൽ നമുക്ക് അത് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ വാർഡ്രോബ് വെക്കുമ്പോൾ നമുക്ക് ഇവിടെ ഗ്യാപ്പുകൾ കാണിക്കും. കസ്റ്റമറിന് അത് നമുക്ക് കൊടുക്കുന്നത് വൃത്തിയാകത്തില്ല. എല്ലാത്തിനും നമ്മൾ ഈവൻ സ്റ്റഡി യൂണിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാത്തിനും ചെറിയൊരു ഫില്ലർ നമ്മൾ 5 സെന്റിമീറ്റർ ഇടാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വാർഡ്രോബിന്റെ ഡീറ്റെയിൽ. സ്വിംഗ് ഡോറിന്റെ. ഇനി സ്ലൈഡിംഗ് ഡോർ വാർഡ്രോബ് വരാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്ലൈഡിംഗ് ഡോർ വാർഡ്രോബ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു വാർഡ്രോബ് ആണെന്ന് നോക്കുക. ഓക്കെ, ഇതൊരു റാൻഡം പിക്ചർ ആണ്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊരു വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിഡ്ത്ത് കൊടുക്കേണ്ടത്, അതായത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു 40 to 48 സെന്റിമീറ്റർ ആണ് സാധാരണ സ്വിംഗ് ഡോറിന് കൊടുക്കേണ്ടത്. സ്ലൈഡിംഗ് ഡോർ ആകുമ്പോൾ നമുക്ക് ഒരു ഡോറിന് 90 കൊടുക്കാം, 90 സെന്റിമീറ്റർ വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 3 ഡോറോ 4 ഡോറോ എത്രയാണെന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ 90 ആ രീതിയിൽ നമുക്ക് ചെയ്യണം. പിന്നെ ഇതിന്റെ ഹൈറ്റ് കൊടുക്കേണ്ടത്, ഹൈറ്റ് എപ്പോഴും നമുക്ക് ഫുൾ ഹൈറ്റ് നമുക്ക് സ്ലൈഡിംഗ് ഡോറിന് കൊടുക്കാൻ പറ്റും. 9 ഫീറ്റ് വരെ നമുക്ക് ഹൈറ്റ് കൊടുക്കാൻ പറ്റും. 10 ഫീറ്റ് കൊടുക്കാൻ പറ്റില്ല, 9 ഫീറ്റ് വരെ നമുക്ക് സ്ലൈഡിംഗ് ഡോറിന്റെ ഹൈറ്റ് കൊടുക്കാം. ഓക്കെ, ബാക്കിയെല്ലാം സ്കേർട്ടിങ്ങും ഫില്ലറും എല്ലാം സെയിം തന്നെയാണ്. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ലൈഡിംഗ് ഡോറിന്റെ ലെങ്ത്. അതായത് 90 സെന്റിമീറ്റർ ഹൈറ്റ് 9 ഫീറ്റ് വരെ കൊടുക്കാൻ പറ്റും. ഓക്കെ, മാക്സിമം. ഓക്കെ, താങ്ക് യു.